ഹായ് ഗെയ്സ്, തമിഴ്നാട്ട് തെങ്കാശിയിലുള്ള പോകുന്നതിന് ഇടയ്ക്ക് വണ്ടി ഒന്ന് പഞ്ചറായി. അപ്പോൾ പഞ്ചറൊക്കെ ശരിയാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രണ്ട് വണ്ടിയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിലൊരു വണ്ടി പഞ്ചറായിപ്പോയി. അങ്ങനെ ഞങ്ങൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് വീണ്ടും യാത്ര തുടർന്നു. തെങ്കാശി ലക്ഷ്യമാക്കി പോവുകയാണ്. തെങ്കാശിയിലെ പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ വീണ്ടും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. നമ്മൾ തെങ്കാശിയിലെ ക്കുള്ള യാത്രാമധ്യ ഒത്തിരിയും കാഴ്ചകളും മനോഹരമായിട്ടുള്ള കൃഷിപ്പാടങ്ങളും ഒക്കെ, ഉള്ളി, സവോള, കിഴങ്ങ്, പയറ്, തുമര, എല്ലാ കാര്യങ്ങളും കൂടുതലും കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടുകാരാണ്. അപ്പം ആ ഒരു കാഴ്ചകളുമൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര. മലകളും ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. അതിനുശേഷം നമ്മൾ പോകുന്ന സൂര്യകാന്തിപ്പാടം ലക്ഷ്യമാക്കി സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്ത് സൂര്യകാന്തിപ്പാടം ഉണ്ടെന്നറിഞ്ഞു. അപ്പം അതിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. പോകുന്ന വഴിക്ക് നിറയെ കാറ്റാടിപ്പാടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന സംഭവമാണ്. നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ കാണാൻ സാധിക്കും. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറയെ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഞങ്ങൾ പിന്നെ അവിടുന്ന് സൂര്യകാന്തിപ്പാടത്തിലേക്ക് പോകുന്ന വഴിയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകളുമൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ് ഗൈസ്.
അങ്ങനെ നമ്മൾ എത്തി ഗൈസ്, സൂര്യകാന്തിപ്പാടം കാണാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ നമ്മൾ അവിടെ എത്തിയിരുന്നതാണ്. പക്ഷേ ആ പാടത്ത് കുറച്ച് സൂര്യകാന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. സൂര്യകാന്തിയുടെ കൂടെ വെണ്ട, അവിടുന്ന് പറിച്ച ഉള്ളിയൊക്കെയാണ് ഈ വിൽക്കാനിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വില സെയിം റേറ്റാണ്, 2.5 കിലോ 100 രൂപ കൊച്ചുള്ളിക്ക്. ആ ഒരു റേറ്റൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. വലിയ വില വ്യത്യാസമില്ല, നമ്മുടെ നാട്ടിലും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഫ്രഷായിട്ട് വാങ്ങണമെന്നൊക്കെ ഉള്ളവർക്ക് അവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് തമിഴ്നാട്ടിലെ കൃഷി ഇടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതിനോടൊപ്പം തന്നെ റോഡിൻ്റെ സൈഡിൽ തന്നെ ആ കൃഷി ചെയ്തത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയപ്പം സൂര്യകാന്തി പാടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 20 രൂപ പാസ് വേണം. പാസ് അവിടെ ഒരു ലേഡി ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ആ ചെറിയ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ സൂര്യകാന്തി, അപ്പോൾ അവിടേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. സൂര്യകാന്തി നമ്മൾ അടുത്ത് കാണാനും ഒക്കെ സാധിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് സൂര്യകാന്തി ഇത്രയും അടുത്ത് കാണുന്നത്. സൂര്യകാന്തി പൂവ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളിന്ന് അതിൻ്റെ പാടത്തും ഒക്കെ അടുത്ത് പൂവിനെ തൊടാനുമൊക്കെ സാധിക്കും. അതിൻ്റെ വിത്തുകൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് കുറേ വിത്തുകൾ ഇങ്ങനെ അടുങ്ങിയിരിപ്പുണ്ട് വിത്തുകൾ. അപ്പം നല്ല കാറ്റാണ് അവിടെ, ഭയങ്കര കാറ്റാണ്, എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. സൂര്യകാന്തിയുടെ ഒരു പ്രത്യേക, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് ഇത് ഫേസ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ പൂവ് സൂര്യൻ്റെ ഡയറക്ഷനിൽ തന്നെ അത് ഫേസ് ചെയ്ത് നിൽക്കും സൂര്യകാന്തി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സൂര്യകാന്തിക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ തവണ ആ സൂര്യകാന്തിപ്പാടത്തിൽ ചിലവഴിച്ചു. നല്ല വെയിലാണ്, അതിനോട് തന്നെ കാറ്റുമുണ്ട്, നല്ല തണുത്ത കാറ്റാണ്. അതുകൊണ്ട് തന്നെ വെയിലിൻ്റെ അത്രയും കാഠിന്യം നമ്മൾക്ക് ഏൽക്കുന്നില്ല. എന്നാൽ തന്നെയും ചെറിയ ചൂടുണ്ട്, വെയിലിന് നല്ല ചൂടുണ്ട്. ഞങ്ങളിതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻജോയ്മെൻ്റാണ് അവിടെ കൂടുതലും. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്ന ഒന്നും കേൾക്കത്തില്ല, കാരണം ഭയങ്കരമായിട്ടുള്ള കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടായിരിക്കും കൂടുതൽ. അപ്പം നമ്മുടെ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ സൂര്യകാന്തി പാടത്തിൽ നിന്ന് അതെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് വണ്ടിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് റോഡിലേക്ക് നടക്കുകയാണ് ഗൈസ്. കാറ്റായതുകൊണ്ട് അവിടെ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ഗൈസ്. നമ്മുടെ സൗണ്ടും കാറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതൊന്നും അവിടെ കേൾക്കാത്തത്.
അങ്ങനെ നമ്മൾ കുറ്റാലം വെള്ളച്ചാട്ടം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പം ഭയങ്കര തിരക്ക്, ഒന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല. എല്ലാവരും ആ വെള്ളത്തിൻ്റെ താഴെ ക്യൂ ആണ്. അവിടെ ഒരു പോലീസുകാരൻ ഇരിപ്പുണ്ട്. അദ്ദേഹം മൈക്കിലൂടെ എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കൊണ്ട് അതൊന്നും കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇന്ന് സീസൺ സമയമായതുകൊണ്ട് കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊന്നും ഒരു ഹോട്ടലിലും ഭയങ്കര തിരക്കാണ്, സ്ഥലമില്ല, ഭയങ്കര തിരക്കാണ്. തെങ്കാശി, കുറ്റാലം ആ ഏരിയയിലുള്ള ഹോട്ടലുകളിലൊക്കെ സീസൺ സമയമായതുകൊണ്ട് ക്യൂ നിൽക്കണം. ഫുഡ് കഴിക്കാനൊക്കെ വളരെ കഷ്ടപ്പെട്ട് വെയിലത്ത് ക്യൂ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കേണ്ടതായിട്ട് വന്നത്. എല്ലാവരും പോകുമ്പോൾ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് പോവുക. വീണ്ടും അടുത്ത എപ്പിസോഡായിട്ട്, അടുത്ത വിശേഷമായിട്ട്, അടുത്ത വീഡിയോയിലൂടെ വരാം. ഓക്കേ. കൂടാതെ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ.